വരെ പുനർജനിപ്പിച്ച് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വൈറസുകളായിട്ടാണ് ഇതിനെ നമ്മൾ കാണുന്നത്. അതുകൊണ്ടിട്ടാണ് ഈ വൈറസുകളെ സോംബി വൈറസുകൾ എന്ന് വിളിക്കാൻ കാരണം. ഇവ കാണപ്പെടുന്നത് ആർട്ടിക് മേഖലയിലെ മഞ്ഞിൽ പെർമാഫ്രോസ്റ്റിൽ ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി ഉറഞ്ഞുകിടക്കുന്ന, മുമ്പ് അറിയാത്തതും ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതുമായ വൈറസുകളാണിവ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആഗോളതാപനത്തിൻ്റെ സ്വാധീനം കാരണം ഈ മഞ്ഞുമൂടിയ പ്രദേശങ്ങൾ ഉരുകിത്തുടങ്ങുമ്പോൾ ഈ സോംബി വൈറസുകൾ വീണ്ടും പുറത്തു വരാനും സജീവമാകാനും വളരെയധികം സാധ്യതയുണ്ട്. ഇതുകൊണ്ടിട്ട് നമ്മൾ ഭയക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇവയിൽ ചിലത് മനുഷ്യർക്ക് അറിയാത്തതാണ്. അതുകൊണ്ടിട്ട് തന്നെ ഇത് എങ്ങനെ ഇവയെ പ്രതിരോധിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടും നമുക്ക് അറിവില്ല. കാരണം ഇവ വീണ്ടും സജീവമായാൽ പുതിയ മഹാമാരികൾക്ക് തന്നെ വീണ്ടും കാരണമാകാമെന്ന് മനുഷ്യർ വളരെയധികം ഭയപ്പെടുന്നുണ്ട്. ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മൾ സിനിമകളിലും കഥകളിലുമൊക്കെ കാണുന്നത് പോലെ ഇത് മനുഷ്യനെ ഒരു സോംബി ആക്കുന്ന ഒന്നായി ചിത്രീകരിക്കാറുണ്ട്. എന്നാൽ ശാസ്ത്രീയമായി ഇതിനെ പുതിയ വൈറസ് എന്ന് വിളിക്കാം. പക്ഷേ നമുക്ക് ഇത് എത്രമാത്രം സത്യാവസ്ഥ ഇതിലുണ്ടെന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഈ രോഗം ഒരു പ്രിയോൺ രോഗമാണ്. അതായത് ഇതൊരു വൈറസ് അല്ല, മറിച്ച് പ്രോട്ടീനുകളാണ് ഈ രോഗത്തിന് കാരണം. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന് നിലവിൽ വാക്സിനോ മരുന്നോ ഒന്നുമില്ല. നമുക്കിതിനെ പ്രതിരോധിക്കുക എന്ന് പറഞ്ഞത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നിലവിൽ. കാരണം ഇത് വന്ന മൃഗങ്ങൾക്ക് മരണം തന്നെയാണ് ഇതിൻ്റെ വിധിയായിട്ട് വരുന്നത്. പിന്നെ നമുക്കിതിന് വേറെ ഒരു മാർഗ്ഗങ്ങളും മുമ്പിലില്ല. സോംബി വൈറസ് എന്ന് പറഞ്ഞാൽ ഭാവനാപരമായ ഒരു ആശയം മാത്രമാണ്. യഥാർത്ഥത്തിൽ മനുഷ്യനെ സോംബി ആക്കുന്ന ഒരു വൈറസ് നിലവിൽ ഇല്ല. അങ്ങനെ ഒരു വൈറസിനെ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. സോംബി ഡിയർ ഡിസീസ് എന്നറിയപ്പെടുന്ന ഒരു രോഗം നിലവിലുണ്ട്. പക്ഷേ അത് മാനുകളെയും മൃഗങ്ങളെയൊക്കെയാണ് അത് കൂടുതലായിട്ട് ബാധിക്കുന്നത്. മാനുകൾ, ഉറുമ്പുകൾ തുടങ്ങിയ മൃഗങ്ങളെയാണ് അത് ബാധിക്കുന്നത്. ഇത് മനുഷ്യരിലേക്ക് പകരാനുള്ള സാധ്യതയുണ്ടോ എന്നതിനെ പറ്റിയിട്ട് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. ഈ സോംബി വൈറസ് ബാധിച്ച മാനുകളുടെ കുറച്ച് വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടാൽ മനസ്സിലാകും. അതിൻ്റെ പെരുമാറ്റവും അതിൻ്റെ രീതിയും അതിൻ്റെ കണ്ണുകളും ഒക്കെ മാറിയിട്ട് അത് മനുഷ്യനെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രൂപത്തിലോട്ട് അത് മാറും. നമുക്ക് ഈ സോംബി ഡിയർ ഡിസീസ് ബാധിച്ച മൃഗങ്ങൾക്ക് വരുന്ന മാറ്റങ്ങളെ പറ്റിയിട്ട് നോക്കാം. ഇവരുടെ രോഗം ബാധിച്ച മൃഗങ്ങളിൽ ശരീരഭാരം ക്രമാതീതമായിട്ട് കുറയാൻ വളരെയധികം സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ കാരണം ഈ മാനുകളെ, ഈ മൃഗങ്ങളെ നിയന്ത്രിക്കുന്നത് ഇവരല്ല, ഈ വൈറസുകളാണ് നിയന്ത്രിക്കുന്നത്. അതുകൊണ്ടിട്ട് തന്നെ ഇവർക്ക് ഭക്ഷണമായാലും വെള്ളമായാലും വളരെയധികം കഴിക്കലും കുടിക്കലൊക്കെ വളരെയധികം കുറവായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇത് നാഡീവ്യവസ്ഥയാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൃഗങ്ങൾക്ക് നടക്കാനും ഓടാനും ചാടാനും ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. നാഡീവ്യവസ്ഥയെ കാര്യമായിട്ട് ബാധിക്കുന്നത് കൊണ്ടിട്ട് തന്നെ ബോധക്ഷയം, ബോധമില്ലായ്മ തുടങ്ങിയ ഇതും വരാൻ വളരെയധികം സാധ്യതയുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇവയ്ക്ക് ഭയമില്ലായ്മയുണ്ട്. ഇത് വന്നാൽ ഭയം കാണത്തില്ല. കാരണം നമ്മളിപ്പോൾ മനുഷ്യന്മാരെ കണ്ടാൽ, മനുഷ്യന്മാരുടെ അടുത്ത്